പാലക്കാട്ടെ CPI ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അബ്ദുൾ ഷുക്കൂറിന്റെ രാജിക്ക് പിന്നാലെ പാർട്ടിയിൽ പൊട്ടിത്തെറി. ഷുക്കൂറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CPIഎമ്മിലെ ഒരു വിഭാഗം പ്രവർത്തകർ കൂട്ടരാജിക്കൊരുങ്ങുകയാണ്. CPIഎം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ധാർഷ്ട്യത്തെ തുടർന്നാണ് രാജിയെന്ന് അംഗങ്ങൾ പറയുന്നു. ഷാരിഖ് നവാസ് വിവരങ്ങളുമായി. ഷാരിഖ്, പാലക്കാട്ടെ CPIഎമ്മിന് വലിയ തിരിച്ചടിയാണ്. എന്താണിവർ വ്യക്തമാക്കുന്നത്? ഈ ഒരൊറ്റയാളുടെ പ്രവൃത്തിയുടെ ഫലമായി തങ്ങളൊക്കെ രാജിവെച്ചൊഴിയുന്നു എന്നതാണോ നിലപാട്? അനുജ, തീർച്ചയായും അത്തരത്തിലൊരു നിലപാടിൽ തന്നെയാണ് CPIഎമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 25ഓളം പ്രവർത്തകർ രാജിക്ക് ഒരുങ്ങിയത്. അവർ രാജിവെച്ചത്. ഈ രാജിക്കത്ത് അവർ സ്വമേധയാ കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ രാജിക്കത്ത് CPIഎം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന് തന്നെ അവർ കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. അവർ പാലക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് ഇത്തരത്തിൽ ഏരിയ സെക്രട്ടറിക്കും അതുപോലെ തന്നെ CPIഎം ജില്ലാ സെക്രട്ടറിക്കും ഈ രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട്. അതായത് ഈ 2 ദിവസങ്ങൾക്ക് മുൻപാണ് CPIഎം പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ അബ്ദുൾ ഷുക്കൂർ രാജിവെച്ചത്. തന്നെ EN സുരേഷ് ബാബു, അതായത് CPIഎം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തന്നെ കഴിഞ്ഞ പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് മുതൽ വേട്ടയാടുന്നുവെന്നും തന്നെ അധിക്ഷേപിക്കുന്നുവെന്നും മാറ്റി നിർത്തുമെന്നും ഉള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇതിനെ തുടർന്നാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് അബ്ദുൾ ഷുക്കൂർ രാജിവെച്ചത്. തന്നെ തുടർച്ചയായുള്ള വേട്ടയാടൽ അദ്ദേഹം ഇപ്പോഴും തുടരുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൾ ഷുക്കൂർ രാജിവെച്ചത്. അതിനെ തുടർന്ന് അബ്ദുൾ ഷുക്കൂറിന്റെ അനുകൂലികളും അതുപോലെ തന്നെ ആ പ്രദേശവാസികൾ, അതായത് പാലക്കാട് നഗരത്തിൽ തന്നെ വെണ്ണക്കര എന്ന് പറയുന്ന പ്രദേശത്തെ 25ഓളം CPIഎം പ്രവർത്തകരാണ്, ഇതിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടുന്നുണ്ട്. അത്തരത്തിൽ 25ഓളം പ്രവർത്തകരാണ് ഇന്ന് രാജിവെച്ചത്. ഇതിൽ 2 ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെയുണ്ട് എന്നുള്ളത് വലിയ ഗൗരവതരമായ കാര്യമാണ്. അത്തരത്തിൽ 25 പ്രവർത്തകരാണ് പാർട്ടി വിട്ട് ഇപ്പോൾ പോയിട്ടുള്ളത്. EN സുരേഷ് ബാബു കഴിഞ്ഞ കാലങ്ങളായി ഈ വേട്ടയാടൽ തുടരുന്നു, അതുപോലെ തന്നെ ഇവർ അധിക്ഷേപിക്കുന്നു, ഇവരെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുന്നു, യോഗങ്ങളിൽ അധിക്ഷേപിച്ച് ഇറക്കി വിടുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ ആരോപണമായി ഉന്നയിക്കുന്നത്. ഇതുപോലെ തന്നെ CPIഎമ്മിന്റെ പാലക്കാട്ടെ പ്രധാന മുഖമായും അതുപോലെ തന്നെ നേതാവായ PK ശശിയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിനെതിരെ. അതിനുശേഷമാണ് ഇപ്പോൾ താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തകരും അതുപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെച്ചിട്ടുള്ളത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.